എഗ് റോസ്റ്റ് രാവിലത്തെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു എഗ് റോസ്റ്റ്. ഇതുണ്ടാക്കാൻ ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ചെറിയ സവാളയും ഒരു തക്കാളിയും 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. ഞാനത് നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ സ്ലൈസ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ സവാളയും പച്ചമുളകും. പിന്നെ ഇതിൻ്റെ കൂടെ 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല മുളക് ഉണ്ടാവും. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആകണം, എല്ലാ ഉള്ളിയുടെയും തക്കാളിയുടെയും കൂടിയൊക്കെ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, മസാലയൊക്കെ എല്ലാ ഭാഗങ്ങളിലാകുന്ന രീതിയിൽ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പുഴുങ്ങി വെച്ച തൊലി കളഞ്ഞ മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി അടച്ചു വെച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണിത്. ചപ്പാത്തിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ ദോശയുടെ കൂടെയും നമുക്ക് കഴിക്കാം, പത്തിരിയുടെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം, കൂട്ടിക്കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.